ക്രിസ്തുവിനെ പ്രതി നീ സഹിക്കുന്നെങ്കിൽ നിനക്ക് 10 ഇരട്ടി അനുഗ്രഹം ദൈവം നമുക്ക് ചൊരിയും. പിറുപിറുപ്പ് കൂടാതെ ക്രിസ്തുവിനെ പ്രതി സഹിക്കുക. ഉത്കണ്ഠകളെല്ലാം എടുത്തു കളഞ്ഞ് നാം കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. കുരിശിലെ മരണം വഴി മനുഷ്യമക്കളെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. മക്കളോടുള്ള സ്നേഹത്തെ പ്രതി യേശു സ്വന്തം ശരീരം കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു. അവനാണ് നമ്മുടെ മാതൃക. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് ജാമ്യം നിൽക്കുക? കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. നമുക്ക് കുരിശുകൾ തരുമ്പോൾ അത് തരണം ചെയ്യാനുള്ള ശക്തിയും കർത്താവ് നൽകുന്നു. കുരിശു വഹിച്ചവൻ ശക്തനാണ്. അവൻ ചിന്തിയ ഓരോ തുള്ളി രക്തവും നമുക്ക് അനുഗ്രഹമായി. ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ, സഹനങ്ങളെ നേരിടാൻ നമ്മെ കർത്താവ് പ്രാപ്തനാക്കും. മരണത്തെ ജയിച്ചവനാണ് നിന്റെ യേശു. അവനാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. അൽഫോൻസാമ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, കുരിശുകളെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. കുരിശുകളെ അവർ വാരിപ്പുണർന്നു, ആശ്ലേഷിച്ചു, ചുംബിച്ചു. നമുക്കും കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഈ 50 ദിവസം ഭയഭക്തിയോടെ മുന്നോട്ട് നീങ്ങാം. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകണമേ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.